ഇന്ന് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഉപ്മാവാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നെയ്യിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ചട്ടി വെച്ച് തീ കത്തിച്ചു. ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ട് പിന്നെ ഓൾറെഡി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ക്യാരറ്റും ഒക്കെ അരിഞ്ഞ് പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ടൈം ലാഭിക്കാമല്ലോ. ഞാൻ നെയ്യ് ചൂടായി വന്നപ്പോൾ നെയ്യിലേക്ക് പൊതുവേ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാറ് കേട്ടോ. വെളിച്ചെണ്ണ ഇപ്പം എൻ്റെ കയ്യിലിരിപ്പില്ല, കഴിഞ്ഞു പോയേ. അപ്പോൾ ഇന്ന് നെയ്യ് വെച്ചിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ നെയ്യ് ചൂടായതിന് ശേഷം കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ സവോള, ഇഞ്ചി, ക്യാരറ്റ്, കറിവേപ്പില എല്ലാം കൂടി ഒരുമിച്ച് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇതൊന്ന് വഴണ്ടി വരണം കേട്ടോ. ഈ ഉപ്മാവ് എന്ന് പറയുമ്പോൾ ഞാൻ +1 +2 പഠിക്കുന്ന ടൈമിൽ +1ൻ്റെ NSS ക്യാമ്പ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വെട്ടം സെലഫി, തിരൂർ വെട്ടം സെലഫി എന്ന് പറയുന്ന സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. അവിടെ 2 ചേച്ചിമാരുണ്ടായിരുന്നു, നമ്മുടെ സത്യഭാമ ചേച്ചിയും ദേവയാനി ചേച്ചിയും. ഇന്നും എൻ്റെ മനസ്സിൽ അവരുടെ പേരും മുഖവും ഒന്നും മറന്നു പോയിട്ടില്ല കേട്ടോ. ഞാൻ നല്ല അടിപൊളി ഉപ്മാവ് അന്ന് ആ ചേച്ചിമാരുണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഉപ്മാവിൻ്റെ ഫാനായി മാറിയത് കേട്ടോ. ചെറുപഴം കൂട്ടിയിട്ടായിരുന്നു അന്ന് ഉപ്മാവ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും ടേസ്റ്റുള്ളൊരു ഉപ്മാവ് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടില്ല കേട്ടോ. അത്രയും രുചികരമായ ഒരു ഉപ്മാവായിരുന്നേ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എൻ്റെ സ്റ്റാൻഡാണ്, ഫോണിൻ്റെ സ്റ്റാൻഡാണ്. കാരണം കയ്യിൽ പിടിച്ച് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് ക്ലിയർ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയും അതൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ റവ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഉമ്മയൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ വറുത്ത റവ നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ച റവ വെച്ചിട്ടാണ് കേട്ടോ ഉപ്മാവ് ചെയ്യാറ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഈ നെയ്യിലേക്ക് നമ്മുടെ തക്കാളി ഇല്ല കേട്ടോ, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില അതിലേക്കൊക്കെ ഞാൻ ഡയറക്റ്റ് റവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം എത്രയാണോ നമ്മൾ റവ എടുത്തിട്ടുള്ളത് അത്ര തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വാട്ടർ എടുത്തിട്ട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുത്തി ഉടച്ചെടുക്കണം ഉപ്മാവ്. ഇത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, കാരണം ഫോൺ ഇങ്ങനെ ഷേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഫോൺ വീണ് പോകുമെന്ന് ആലോചിച്ചിട്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ചിക്കൻ കറി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂട്ടിയിട്ടാണ് ഇന്നത്തെ രാത്രി കഴിഞ്ഞു പോയത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.